ഹലോ സ്റ്റുഡൻസ്, നമ്മളിന്ന് സോളിഡ് സ്റ്റേറ്റിൻ്റെ ബാക്കിയാണ് പഠിക്കുന്നത്. അപ്പോൾ സോളിഡ് സ്റ്റേറ്റിൻ്റെ പാർട്ട് 3 എന്താണ്? ക്രിസ്റ്റൽ ലാറ്റിസ് ആൻഡ് യൂണിറ്റ് സെൽ. അടുത്ത ടോപ്പിക്കാണ് ക്രിസ്റ്റൽ ലാറ്റിസ് ആൻഡ് യൂണിറ്റ് സെൽ. അപ്പോൾ എന്താണ് ക്രിസ്റ്റൽ ലാറ്റിസ്? നിങ്ങൾ 11th ക്ലാസ്സിൽ ലാറ്റിസ് എനർജി ഒക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ക്രിസ്റ്റൽ ലാറ്റിസ് എന്താണെന്ന് അപ്പോൾ ചെറുതായിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. അപ്പോൾ ഈ ക്രിസ്റ്റൽ ലാറ്റിസ് എന്ന് പറഞ്ഞാൽ റെഗുലർ 3-dimensional അറേഞ്ച്മെൻറ്റ് ഓഫ് കോൺസ്റ്റുവൻറ്റ് പാർട്ടിക്കിൾസ് ഓഫ് എ ക്രിസ്റ്റൽ ഇൻ സ്പേസ് ഇസ് കോൾഡ് ക്രിസ്റ്റൽ ലാറ്റിസ്. അപ്പോൾ എന്താണ് ക്രിസ്റ്റൽ ലാറ്റിസ്? നമ്മളൊരു ക്രിസ്റ്റൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ക്രിസ്റ്റൽ പാർട്ടിക്കിൾസ് ഉണ്ടല്ലോ, കോൺസ്റ്റുവൻറ്റ് പാർട്ടിക്കിൾസ്, ഇറ്റ് മേ ബി ആറ്റം, മോളിക്യൂൾ ഓർ അയോൺ, എന്ത് വേണമെങ്കിലും ആവാം. അപ്പോൾ ആറ്റമോ മോളിക്യൂളോ അയോണോ ആയിട്ടുള്ള കോൺസ്റ്റുവൻറ്റ് പാർട്ടിക്കിൾസിൻ്റെ റെഗുലർ 3-dimensional അറേഞ്ച്മെൻറ്റ്, അതിനെയാണ് നമ്മൾ എന്ത് പറയുക? ക്രിസ്റ്റൽ ലാറ്റിസ് എന്ന് പറയുക. ആ 3-dimensional അറേഞ്ച്മെൻറ്റ് നമുക്ക് കിട്ടുമല്ലോ, ആ കിട്ടുന്നതിനെയാണ് നമ്മളെന്ത് എൻ്റയർ ക്രിസ്റ്റലിൻ്റെ 3-dimensional അറേഞ്ച്മെൻറ്റിനെയാണ് ക്രിസ്റ്റൽ ലാറ്റിസ് എന്ന് പറയുന്നത്. ഒരു ക്രിസ്റ്റൽ ലാറ്റിസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയായിരിക്കും? ഈച്ച് പോയിന്റ് ഇൻ എ ലാറ്റിസ് കോൾഡ് ലാറ്റിസ് പോയിന്റ് ഓർ ലാറ്റിസ് സൈറ്റ്. അതിൽ ആ മോളിക്യൂൾ അല്ലെങ്കിൽ ആറ്റം ഇല്ലേ, അതിനെയാണ് നമ്മൾ ലാറ്റിസ് പോയിന്റ് അല്ലെങ്കിൽ ലാറ്റിസ് സൈറ്റ് എന്ന് പറയുന്നത്. അതാണ് ഓരോ പോയിന്റ് വരിക അതിനകത്ത്. അവരെല്ലാവരും കൂടെ ചേരുമ്പോഴാണ് എന്ത് കിട്ടുക? നമുക്ക് എൻ്റയർ ക്രിസ്റ്റൽ കിട്ടുക. ഈച്ച് പോയിന്റ് റെപ്രസെൻറ്റ് വൺ കോൺസ്റ്റുവൻറ്റ് പാർട്ടിക്കിൾ, മേ ബി ആൻ ആറ്റം, മോളിക്യൂൾ ഓർ ആൻ അയോൺ. ഇനി ലാറ്റിസ് പോയിന്റ് ആർ ജോയിൻഡ് ബൈ ലൈൻസ് ടു ബ്രിങ് ഔട്ട് ദ ജോമെട്രി ഓഫ് ദ മോളിക്യൂൾ. എന്ന് വെച്ചാൽ ഇപ്പം ഒരു ആറ്റം അല്ലെങ്കിൽ മോളിക്യൂൾ അല്ലെങ്കിൽ അയോണിനെ നമ്മൾ ലൈൻസ് വെച്ച്, എന്ത് ഇമാജിനറി ലൈൻസ് വെച്ച് റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മളതിനെ കണക്ട് ചെയ്യുമ്പോഴായിരിക്കും ആ എൻ്റയർ ക്രിസ്റ്റലിൻ്റെ ഒരു ഷേപ്പ് നമുക്ക് കിട്ടുക, അല്ലെങ്കിൽ ജോമെട്രി കിട്ടുക. അപ്പോൾ അതാണ് ക്രിസ്റ്റൽ ലാറ്റിസ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് എന്താണ്? യൂണിറ്റ് സെൽ. യൂണിറ്റ് സെൽ എന്ന് പറഞ്ഞാൽ the smallest repeating unit of regular lattice which when repeated in 3 dimension form a whole crystal. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോൾ ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയാനാണ്. നമ്മൾ വീട് ഉണ്ടാക്കുന്നത്. അപ്പോൾ വീട് ഉണ്ടാക്കുമ്പം വീട് സാധാരണ എന്താ, ബ്രിക്സ്, കട്ട വെച്ചിട്ടാണ് ഉണ്ടാക്കുക. ഈ കട്ട ഉണ്ടാക്കിയിരിക്കുന്നത് മണ്ണും കല്ലും ഒക്കെ വെച്ചിട്ടായിരിക്കും അല്ലേ. അപ്പോൾ ആ മണ്ണ് അല്ലെങ്കിൽ ആ കല്ല്, അതാണ് നമ്മുടെ മോളിക്യൂൾ അല്ലെങ്കിൽ അയോൺ, കോൺസ്റ്റുവൻറ്റ് പാർട്ടിക്കിൾസ്. അതാണ് ലാറ്റിസ് സൈറ്റ് അല്ലെങ്കിൽ ലാറ്റിസ് പോയിന്റ്. ആ ലാറ്റിസ് സൈറ്റ് അല്ലെങ്കിൽ ലാറ്റിസ് പോയിന്റ് നമ്മൾ ഫോം ചെയ്യുമ്പോൾ ആദ്യം ഒരു സിംഗിൾ യൂണിറ്റ് കിട്ടും അല്ലേ. ആ സിംഗിൾ യൂണിറ്റിനെയാണ് നമ്മൾ എന്ത് പറയുക? യൂണിറ്റ് സെൽ എന്ന് പറയാം. ആ സിംഗിൾ യൂണിറ്റ് നമ്മൾ പിന്നെ അടുക്കി ദാറ്റ് ഈസ് റെഗുലർ റിപ്പീറ്റിംഗ് യൂണിറ്റ്. അടുക്കി വെക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? വീട് കിട്ടുക. അപ്പം ആ മണ്ണും കല്ലും ഒക്കെയാണ് നമ്മുടെ എന്ത് ലാറ്റിസ് സൈറ്റ് അല്ലെങ്കിൽ ലാറ്റിസ് പോയിന്റ്. അതടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു യൂണിറ്റ്, ഒരു സിംഗിൾ യൂണിറ്റിനെയാണ് നമ്മൾ എന്ത് പറയുക? യൂണിറ്റ് സെൽ എന്ന് പറയുക. ഈ യൂണിറ്റ് സെൽ എല്ലാം കൂടി ചേരുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? എൻ്റയർ ക്രിസ്റ്റൽ അല്ലെ ലാറ്റിസ്, ക്രിസ്റ്റൽ ലാറ്റിസ് കിട്ടുക. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഡെഫിനേഷൻ എന്താണ്? സ്മോളസ്റ്റ് റിപ്പീറ്റിംഗ് യൂണിറ്റ് ഓഫ് ക്രിസ്റ്റൽ ലാറ്റിസ് വിച്ച് വെൻ റിപ്പീറ്റഡ് ഇൻ 3-dimension ഫോം ഹോൾ ക്രിസ്റ്റൽ. ഇനി നമ്മളൊരു യൂണിറ്റ് സെൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഷേപ്പാണ് എന്ത്? ഒരു ക്യൂബിൻ്റെ ഷേപ്പ്. അപ്പോൾ ക്യൂബിൻ്റെ ഷേപ്പ് വെച്ച് പറയാകുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും ക്യൂബിൻ്റെ പ്രത്യേകത എന്താണ്? എല്ലാ സൈഡ്സും എല്ലാ ആംഗിൾസും ഈക്വൽ ആയിരിക്കും അല്ലേ. അപ്പോൾ ആംഗിൾ എല്ലാം എന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. അപ്പം ഒരു യൂണിറ്റ് സെല്ലുള്ളത് ക്യൂബ് തന്നെ ആവണം എന്നില്ല, ലെങ്തിലും ബ്രെഡ്ത്തിലും ഒക്കെ വ്യത്യാസം വരും. സിമ്പിളായിട്ട് നമുക്ക് ക്യൂബ് വെച്ചിട്ട് പറയാം. അപ്പം ആകെ 6 പാരാമീറ്റേഴ്സ് വെച്ചിട്ടാണ് നമ്മളൊരു യൂണിറ്റ് സെല്ല് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. 3 എഡ്ജ് ലെങ്തും 3 ആംഗിൾസും. അപ്പോൾ ആ 3 എഡ്ജ് ലെങ്ത് എന്ന് പറയുന്ന ഒരു ലെങ്ത്, ഒരു ബ്രെഡ്ത്ത്, ഒരു ഹൈറ്റ് ആവും. അതിന് നമ്മൾ A, B ആൻഡ് C എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നു. ആൻഡ് ഇവർക്കിടയ്ക്ക് ഓരോന്നിൻ്റെ ഇടയ്ക്ക് എയുടെയും ബിയുടെയും പിന്നെ ബിയുടെയും സിയുടെയും പിന്നെ എയുടെയും സിയുടെയും ഇടയ്ക്ക് എന്തുണ്ടാവും? ആംഗിൾസ് ഉണ്ടാവും. അതിനെ നമ്മൾ ആൽഫ, ബീറ്റ, ഗാമ എന്ന് റെപ്രസെൻറ്റ് ചെയ്യും. അപ്പോൾ ഈ യൂണിറ്റ് സെല്ല് നോക്കൂ. ഈ യൂണിറ്റ് സെല്ലിൽ നോക്കി, ഇവിടുത്തെ ലെങ്ത്, ഈ ലെങ്തിനെയാണ് ഞാൻ എന്ത് B എന്ന് കൊടുത്തേക്കുന്നത്. ബ്രെഡ്ത്ത് A ആൻഡ് ഹൈറ്റ് C. ഇനി എന്താണ്? എക്കും സിക്കും ഇടയ്ക്കുള്ള ആംഗിളാണ് ബീറ്റ, സിക്കും ബിസും ഇടയ്ക്കുള്ളതാണ് ആൽഫ, ആൻഡ് ബിക്കും എക്കും ഇടയ്ക്കുള്ളതാണ് എന്ത്? ഗാമ. ഓക്കെ, അപ്പം 3 എഡ്ജ് ലെങ്ത് A, B ആൻഡ് C, 3 ആംഗിൾസ് ആൽഫ, ബീറ്റ, ഗാമ, ആൽഫ ബിറ്റ്വീൻ B ആൻഡ് C, ബീറ്റ ബിറ്റ്വീൻ A ആൻഡ് C ആൻഡ് ഗാമ ബിറ്റ്വീൻ A ആൻഡ് B. ഇതിങ്ങനെ തന്നെ ആയിരിക്കണം. അപ്പോൾ ഇങ്ങനെ തന്നെ നമ്മൾ പഠിക്കണം. കാരണം ഒരു യൂണിറ്റ് സെല്ലിൻ്റെ മെഷർമെൻറ്റ്സ് എടുക്കുമ്പോൾ നമ്മൾ
ഇങ്ങനെയാണ് എപ്പോഴും റെപ്രസെൻ്റ് ചെയ്യുക. ഇതിൽ വേരിയേഷൻ ഉണ്ടാകരുത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഇനി വരുന്ന പോർഷൻസ് പഠിക്കുമ്പോൾ അതിൽ തെറ്റിപ്പോവും. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു യൂണിറ്റ് സെൽ. ഇനി ഈ യൂണിറ്റ് സെൽസിനെ നമുക്ക് പല രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. അപ്പം നമ്മളിപ്പോൾ അതിൻ്റെ ഒരു ഷേപ്പാണ് പറഞ്ഞത്. ഈ ഷേപ്പിൽ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് പാർട്ടിക്കിൾസ് പലയിടത്ത് വരാം അല്ലേ. അപ്പം കോർണറിൽ വരാം, ഫേസിൻ്റെ സെൻറ്ററിൽ വരാം, ബോഡിയുടെ സെൻറ്ററിൽ വരാം, അങ്ങനെ പല രീതിയിൽ വരാം. അങ്ങനെ നമ്മൾ യൂണിറ്റ് സെല്ലിനെ മെയിൻലി രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. യൂണിറ്റ് സെല്ലിനെ എത്രയായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു? രണ്ടായിട്ട്, പ്രിമിറ്റീവ് യൂണിറ്റ് സെൽ ആൻഡ് സെൻറ്റേർഡ് യൂണിറ്റ് സെൽ. അപ്പോൾ പ്രിമിറ്റീവ് യൂണിറ്റ് സെല്ലിൽ ഇതെന്താണ്? ഇമാജിനറി ആണ്, അങ്ങനെ ക്രിസ്റ്റൽ അങ്ങനെയാണ്, പാർട്ടിക്കിൾസ് അറേഞ്ച് ചെയ്തിരിക്കുകയാണ്, അവിടെ ലൈൻസ് ഒന്നുമില്ല, നമ്മൾ ഒരു ഷേപ്പാക്കി കൺസിഡർ ചെയ്തെടുത്തിരിക്കുന്നതാണ്. അപ്പം പ്രിമിറ്റീവ് യൂണിറ്റ് സെല്ല് നമുക്ക് എങ്ങനെയായിരിക്കും തോന്നുക? ഒരു ക്യൂബിൻ്റെ കോർണറിൽ മാത്രമായിട്ട് പാർട്ടിക്കിൾസ് ഉണ്ടാവും. അപ്പോൾ ഒരു യൂണിറ്റ് സെല്ലിന് അല്ലെങ്കിൽ ഒരു ക്യൂബിന് എത്ര കോർണർ ഉണ്ട്? 8 കോർണർ ഉണ്ട്. അപ്പോൾ 8 പാർട്ടിക്കിൾസ് ഉണ്ടാവില്ലേ? അത് നോക്ക്, ഓരോ കോർണർ 1 2 3 4 5 6 7 8 പാർട്ടിക്കിൾസ്. അപ്പം പ്രിമിറ്റീവ് യൂണിറ്റ് സെല്ലിൽ എല്ലാ കോർണേഴ്സിലും എന്തുണ്ടാവും? പാർട്ടിക്കിൾസ് ഉണ്ടാവും. അടുത്താണ് സെൻറ്റേർഡ്. സെൻറ്റേർഡിനെ വീണ്ടും 3ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്: ഫേസ് സെൻറ്റേർഡ്, ബോഡി സെൻറ്റേർഡ് ആൻഡ് എൻഡ് സെൻറ്റേർഡ്. ഫേസ് സെൻറ്റേർഡ് യൂണിറ്റ് സെല്ലിൽ കോർണറിൽ പാർട്ടിക്കിൾസ് എന്തായാലും ഉണ്ടാവും. കോർണറിലെ പാർട്ടിക്കിൾസിനെ കൂടാതെ വേറെ എവിടെയും പാർട്ടിക്കിൾസ് ഉണ്ടാവും? അതിൻ്റെ ഫേസസിൻ്റെ സെൻറ്റേഴ്സിലും പാർട്ടിക്കിൾസ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നോക്കിയേ, ഫേസ് സെൻറ്ററിൽ ഇതാ നോക്ക്, ഓരോ 8 കോർണറിലും ഉണ്ട്. പിന്നെ എത്ര ഫേസസ് ഉണ്ട് ഒരു ഡൈസ് ആവുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഓർക്കാമല്ലോ. ക്യൂബിന് ഏറ്റവും നമുക്ക് ക്യൂബിക്കൽ ഷേപ്പിൽ നമുക്കറിയാവുന്ന ഒരു സാധനമാണ് ഡൈസ് അല്ലേ. ഡൈസിൽ എത്ര വരെ എഴുതിയിരിക്കുന്നത്? 6 വരെ അല്ലേ. അപ്പം 6 ഫേസസ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ദാ മുകളിലത്തെ ഫേസിലെ ഒരു പാർട്ടിക്കിള്, താഴത്തെ ഫേസിൽ ഒരു പാർട്ടിക്കിൾ ഉണ്ടാവും അല്ലേ. താഴത്തെ ഫേസിൽ ഒരു പാർട്ടിക്കിള്. പിന്നെ എന്താണുള്ളത്? നമ്മുടെ ലെഫ്റ്റ് സൈഡ്, റൈറ്റ് സൈഡ് ആൻഡ് ഫ്രണ്ടിൽ, ബാക്കിൽ. അപ്പം മുകളിൽ, താഴെ, ലെഫ്റ്റ്, റൈറ്റ്, ഫ്രണ്ടിലെ, ബാക്കിൽ. അപ്പോൾ ആകെ എത്രയായി? 1 2 3 4 5 6 പാർട്ടിക്കിൾസ് ആയില്ലേ. അപ്പോൾ ഫേസ് സെൻറ്റേർഡിൽ എവിടെയൊക്കെ ഉണ്ടാവും? കോർണറിലും ഉണ്ടാവും, അതുപോലെ തന്നെ ഫേസസിൻ്റെ സെൻറ്റേഴ്സിലും പാർട്ടിക്കിൾസ് ഉണ്ടാവും. അതിനെയാണ് എന്താ നമ്മൾ പറയുക? ഫേസ് സെൻറ്റേർഡ് യൂണിറ്റ് സെൽ എന്ന് പറയുക. ഓക്കെ, അടുത്ത ബോഡി സെൻറ്റേർഡ് ആവുമ്പോൾ കോർണറിലെ പാർട്ടിക്കിൾസിനെ കൂടാതെ ബോഡിയുടെ സെൻറ്ററിൽ ഒരു പാർട്ടിക്കിളും കൂടെ ഉണ്ടാവും. കോർണറിലെ പാർട്ടിക്കിൾസിനെ കൂടാതെ ബോഡിയുടെ സെൻറ്ററിലും ഉണ്ടാവും. ഇനി ഇതിൽ നിന്ന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ ഇതിൽ എഫക്റ്റീവ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് കാൽക്കുലേറ്റ് ചെയ്യാൻ ചോദിക്കും. അപ്പോൾ ഈ എഫക്റ്റീവ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് കാൽക്കുലേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറയാം. ഇപ്പോൾ നമ്മൾ ഈ യൂണിറ്റ് സെല്ല് ഒരു യൂണിറ്റ് സെല്ലായിട്ടായിരിക്കത്തില്ലല്ലോ ക്രിസ്റ്റലിൽ ഇരിക്കുക. ഇങ്ങനത്തെ കുറേ യൂണിറ്റ് സെല്ല് നമ്മൾ അടുക്കി വെക്കുമ്പോഴായിരിക്കും നമുക്ക് എന്ത് കിട്ടുക? ഒരു എൻ്റയർ ക്രിസ്റ്റൽ കിട്ടുക. അപ്പം ഈ യൂണിറ്റ് സെല്ലിൻ്റെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും മുകളിലും താഴെ എല്ലാം ആയിട്ട് എന്തുണ്ടാവും? പാർട്ടിക്കിൾ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ പാർട്ടിക്കിളിനെ നമ്മൾ കൺസിഡർ ചെയ്യുമ്പം ഈ ഒരു പ്രിമിറ്റീവ് യൂണിറ്റ് സെല്ലിൻ്റെ കേസിൽ നോക്കിയേ, കോർണറിൽ, ഈ ഒരു കോർണറിൽ ഇരിക്കുന്ന പാർട്ടിക്കിള് അനദർ 8 ക്യൂബ്സുമായിട്ടായിരിക്കും ഷെയർ ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, അപ്പം ഇവിടെ ആകെ 8 പാർട്ടിക്കിളുമായിട്ട് ഷെയർ ചെയ്യുമ്പം ഈ ഒരാളിൻ്റെ 1/8 അല്ലേ ഒരു യൂണിറ്റ് സെല്ലിലുണ്ടാവും. അപ്പോൾ ഒരു കോർണറിൽ ഇരിക്കുന്ന പാർട്ടിക്കിൾ ആകെ 8 ക്യൂബുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു ക്യൂബിൽ എന്താ ഉണ്ടാവും? 1/8 പോർഷൻ. അങ്ങനെ 8 കോർണറിലും ഇല്ലേ. അപ്പോൾ 1/8 × 8. അപ്പോൾ എഫക്റ്റീവായിട്ട് നമുക്ക് ശരിക്കും ഇവിടെ ഒരു പാർട്ടിക്കിൾ ഇരിക്കുന്നതായിട്ട് അനുഭവപ്പെടും. അതാണ് പ്രിമിറ്റീവ് യൂണിറ്റ് സെല്ലിൻ്റെ കേസ്. ഫേസ് സെൻറ്റേർഡ് ആവുമ്പം എഡ്ജസിൽ അല്ലെങ്കിൽ കോർണറിലുള്ള പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 1/8 ആയിരിക്കും ഒരാൾക്കുള്ള. അങ്ങനെ 8 കോർണർ വിച്ച് ഇസ് ഈക്വൽസ് 1. ആൻഡ് ഫേസിൻ്റെ സെൻറ്റേഴ്സിലല്ലേ. അപ്പോൾ ഇതിന് തൊട്ടിപ്പുറത്താകെ ഒരു യൂണിറ്റ് സെല്ലേ നമുക്ക് വെക്കാൻ പറ്റൂ. അപ്പം ഈ ഇരിക്കുന്ന ഒരു ഫേസിൻ്റെ സെൻറ്ററിൽ ഇരിക്കുന്ന 2 ക്യൂബ്സ് ആയിരിക്കും ഷെയർ ചെയ്യുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഹാഫ് പോർഷൻ ആയിരിക്കുമല്ലോ ഒരു യൂണിറ്റ് സെല്ലിന് കിട്ടുക. അപ്പോൾ ഹാഫ് ഇൻറ്റു എത്ര ഫേസസ് ഉണ്ട്? 6 ഫേസസ്. അപ്പം വിച്ച് ഇസ് ഈക്വൽസ് 3. ആൻഡ് ഇത് ടോട്ടൽ എടുക്കുമ്പോൾ നമുക്ക് 3 + 1 4 കിട്ടും. ഓക്കെ, ഇനി ബോഡിയുടെ സെൻറ്ററിലാവുമ്പോഴോ നേരത്തെ പറഞ്ഞ പോലെ കോർണറിൻ്റെ കേസ് 1/8 × 8 1 കിട്ടും. പിന്നെ നമുക്ക് ബോഡിയുടെ സെൻറ്ററിൽ ഇരിക്കുന്ന ആരുമായിട്ട് ഷെയർ ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ അതൊന്ന്. അപ്പോൾ 1 + 1
ഈക്വൽസ് 2. അപ്പം പ്രിമിറ്റീവിൻ്റെ കേസിൽ 1 ആണ് എഫക്റ്റീവ് FCC, അല്ലെങ്കിൽ ഇതിനെ നമ്മൾ FCC എന്ന് റെപ്രസെൻറ്റ് ചെയ്യും കേട്ടോ. ഫേസ് സെൻറ്റേർഡിനെ FCC എന്നും ബോഡി സെൻറ്റേർഡിനെ BCC എന്നും റെപ്രസെൻറ്റ് ചെയ്യും. FCCയുടെ കേസിൽ എത്രയാണ് 4 ആൻഡ് BCCയുടെ കേസിൽ 2. ഇതാണ് എഫക്റ്റീവ് നമ്പർ ഓഫ് പാർട്ടിക്കിൾ. അപ്പം ഇതിൻ്റെ ബാലൻസ് നമുക്ക് അടുത്ത വീഡിയോയിൽ ഇടാം.